സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, പ്രധാനപ്പെട്ട ആളുകൾ ഇനി എത്തേണ്ടതുണ്ട്. അതിനുള്ള ഇപ്പം നമുക്കറിയാം അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ സംവിധാനങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്തുന്ന സമയത്തിലേക്ക് അടുത്തോ? അദ്ദേഹം വേദിയിൽ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും പ്രധാനമന്ത്രി എത്തും. പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ അതേ ഈ വിഴിഞ്ഞം പോർട്ടിലേക്കാണ് അദ്ദേഹം പോയത്. ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഓഫീസിൽ ആണ് ഈ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഉള്ളത്. ഓട്ടോമാറ്റിക് സംവിധാനം കപ്പൽ കൂടി എത്തിയിട്ടുണ്ട്. അതിലും അദ്ദേഹം സന്ദർശിക്കും. ഇത് കൂടാതെ ഈ പോർട്ടിൽ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ഈ സന്ദർശനം നടത്തുക എന്നുള്ളതാണ്. ഈ 11 കഴിഞ്ഞു. ഏത് നിമിഷവും അദ്ദേഹം എത്തും. ഇപ്പോൾ ഈ വേദിയിൽ നേരത്തെ തന്നെ മന്ത്രിമാർ എത്തിയിരുന്നു. ചെറിയാൻ, GR അനിൽ, MP-മാരായ ജോർജ് ബ്രിട്ടാസ്, A.A. റഹീം, ശശി തരൂര് അടക്കമുള്ള MP-മാരും എത്തിയിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ മദർ പോർട്ടാണ് രാജ്യത്തിനായി സമർപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കും. 5 മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിക്കും. 45 മിനിറ്റാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിച്ചതിന് ശേഷം ഇന്ന് തന്നെ അദ്ദേഹം തിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സെലസ്റ്റിനോ മർസ്കാന എന്ന മദർഷിപ്പാണ് ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നത്. അല്പസമയം അരമണിക്കൂർ മുമ്പ് വിഴിഞ്ഞത്തേക്ക് എത്തിയ പ്രധാനമന്ത്രി അവിടെ നടന്നു കാണുന്നു. എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം നിരീക്ഷിക്കുന്നു. അതിനുശേഷം വിഴിഞ്ഞം പോർട്ട് ഓഫീസിൽ അദ്ദേഹം ഉണ്ടെന്നാണ് അറിയുന്നത്. അല്പസമയത്തിനകം തന്നെ സുരക്ഷാ കാര്യങ്ങളിലെല്ലാം കൃത്യമായി നടത്തിയതിനു ശേഷം ആയിരിക്കും അദ്ദേഹത്തെ വേദിയിലേക്ക് എത്തിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെല്ലാ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളും എത്തിച്ചേർന്നിരിക്കുന്നു. സദസ്സിലെയും മുഴുവൻ ആളുകളും എത്തിച്ചേർന്നിരിക്കുന്നു. നിരവധി ആളുകളാണ്. രാവിലെ 7 മണി മുതൽ തന്നെ പൊതുജനങ്ങൾക്കായി അവിടെ കവാടം തുറന്നിരുന്നു. അത്രയധികം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്, വലിയ ആഘോഷമാക്കിയാണ് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വിഴിഞ്ഞം രാജ്യത്തിനായി സമർപ്പിക്കും. പ്രതിപക്ഷം വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്നതിൽ അതിൻ്റെ ഒരു പിതൃത്വം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദങ്ങൾ നടന്നിരുന്നു. കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദത്തിലേക്കും അതിനുശേഷം വി ഡി സതീശൻ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദമുണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ക്ഷണം ഉണ്ടായിരുന്നു എന്നാണ് സർക്കാർ അതിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രമാണ് സ്വീകരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇതിൽ ഇടപെടുന്നുണ്ട്. അത് പ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷവും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം വി ഡി സതീശൻ എടുക്കുകയായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃയോഗം ഇന്ന് കോഴിക്കോട് ചേരുന്നുണ്ട്. അവിടെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കൂടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ അത് വിഴിഞ്ഞം ചർച്ചയാകും. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശശി തരൂർ MP-യും ഒപ്പം വിൻസെന്റ് MLA-യും മാത്രമാണ് എത്തിയിരിക്കുന്നത്. മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. മന്ത്രി സജി ചെറിയാനുണ്ട്, മന്ത്രി GR അനിൽ എത്തിയിട്ടുണ്ട്, MP ജോൺ ബ്രിട്ടാസ് ഉണ്ട്, മറ്റ് കേന്ദ്രമന്ത്രിമാർ 2 പേർ സുരേഷ് ഗോപിയും ഒപ്പം ജോർജ് കുര്യനും എത്താനുണ്ട്. ഗവർണർ വേദിയിലേക്ക് എത്തേണ്ടതുണ്ട്, മുഖ്യമന്ത്രി എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി എത്തുക. പ്രധാനമന്ത്രി എത്തിയതിനു ശേഷം ഉടൻ തന്നെ പരിപാടിയിലേക്ക് കടക്കും. 12 മണി 12:30 പ്രധാനമന്ത്രി തിരിച്ചു പോകും എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി പാങ്ങോട് നിന്ന് വിഴിഞ്ഞം തുറമുഖത്തിലെ ഹെലിപാഡിലേക്ക് എത്തിയിരിക്കുന്നത്. വിഴിഞ്ഞത്തെക്കുറിച്ച് നമുക്കറിയാം, പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിൻ്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അഭിമാന പദ്ധതിയാണ് കേരളത്തെ സംബന്ധിച്ച്. അത് രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വികസനം മാത്രമല്ല, രാജ്യത്തിൻ്റെ കൂടി വികസനം, വലിയ വികസന തലത്തിൽ വലിയ മാറ്റം വരുത്താൻ സാധ്യതയുള്ള പദ്ധതിയിലേക്കാണ് കടന്നിരിക്കുന്നത്. ലോക സമുദ്ര വ്യാപാരത്തിൽ തന്നെ കേരളത്തിന്റെ ഒരു വാതിലായി വിഴിഞ്ഞം മാറും എന്നാണ് നേരത്തെ നമ്മളോട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നത്. സർക്കാർ ആ രീതിയിലാണ് അതിന് പ്രചാരണം നൽകിക്കൊണ്ടിരുന്നത്. ലോക സമുദ്ര വ്യാപാരത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വിഴിഞ്ഞം പോർട്ടിന് സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് അത് രാജ്യത്തിന് സമർപ്പിക്കും.
അഭിമാന പദ്ധതിയാണ്. 10:30 പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ രണ്ടുപേരും, ഒപ്പം ഗവർണറുണ്ട്, 2 കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാം അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിക്കുക. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം അല്പസമയത്തിനകം ആരംഭിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളാണെന്ന് തോന്നുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാവരും എത്തി കൃത്യമായ നിരീക്ഷണം നടത്തിയതിനു ശേഷമായിരിക്കും വിഴിഞ്ഞം പോർട്ട് ഓഫീസിലുള്ള പ്രധാനമന്ത്രിയെ അങ്ങോട്ട് വേദിയിലേക്ക് എത്തിക്കുക. സദസ്സിലും സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രിമാർ, MLA മാർ, മറ്റ് പ്രതിനിധികൾ എല്ലാവരും അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. KR സാജു ചേരുന്നു. സാജു, 11 മണിയായിരുന്നു സമയം പറഞ്ഞത്. 11 മണി കഴിഞ്ഞിരിക്കുന്നു. സമയത്തിൽ മാറ്റമുണ്ടോ? കാര്യമായ മാറ്റം ഉണ്ടാവില്ല ധന്യ. സമയത്തിന് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തും. നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ വിഴിഞ്ഞത്തെ ഹെലിപ്പാഡിൽ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോൾ പദ്ധതി പ്രദേശം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതേതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തും. ഏതാണ്ട് മുഴുവൻ ആ വേദിയിലിരിക്കേണ്ട 17 വിശിഷ്ടാതിഥികളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴികെയുള്ളവരെല്ലാം തന്നെ ഈ വേദിയിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി വിഴിഞ്ഞത്തിന്റെ 1ാം ഘട്ട കമ്മീഷനിംഗ് ആണ് നടക്കേണ്ടത്. ഏതാനും നിമിഷത്തിനകം നടക്കും. ഈ ചടങ്ങിൽ നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തുമോ കേരളത്തിന് വേണ്ടി എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം കേന്ദ്ര ബജറ്റിൽ വിഴിഞ്ഞത്തിനായി പ്രത്യേക പാക്കേജ് കേരളം ചോദിച്ചിരുന്നു, കിട്ടിയിരുന്നില്ല. വിഴിഞ്ഞത്തിനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വായ്പയായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. അത് ഗ്രാൻഡായിട്ട് അനുവദിക്കണം എന്ന കേരളത്തിന്റെ ആവർത്തിച്ചുള്ള അപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ ആണ് ഉള്ളത്. സ്വാഭാവികമായും അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ 2-3 ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ കൈത്താങ്ങാവുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നൊക്കെയാണ് കേരളം ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വികസന കുതിപ്പിന്റെ ഒരു പുതിയ അധ്യായമാണ്. കേരളം ആഗ്രഹിച്ച വേഗത്തിലൊന്നും ഈ പദ്ധതി സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതിബന്ധങ്ങളെയൊക്കെ തട്ടി വകമാറ്റിക്കൊണ്ട് സമയം എടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടത്. ഇപ്പോഴും ഇതൊരു വിഴിഞ്ഞം തുറമുഖത്തേക്ക് മദർഷിപ്പുകൾ എത്തുന്നു. അവിടുന്ന് ഫീഡർ ഷിപ്പുകളിൽ മറ്റു തുറമുഖങ്ങളിലേക്ക് പോകുന്ന രീതിയിൽ, അങ്ങോട്ട് ചരക്കുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള 1ാം ഘട്ട കമ്മീഷനിങ് മാത്രമാണ് ഇന്ന് നടക്കുന്നത്. ഇതിനനുബന്ധമായി റോഡ് കണക്ടിവിറ്റികൾ വികസിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതെല്ലാം പൂർത്തീകരിക്കുമ്പോൾ മാത്രമായിരിക്കും വിഴിഞ്ഞത്തിൻ്റെ പ്രയോജനം പൂർണ്ണമായും സംസ്ഥാനത്തിന് ലഭിക്കുക. ഏതായാലും GST വരുമാനം അടക്കമുള്ളവ വഴി ഉള്ള നേട്ടങ്ങൾ സംസ്ഥാനത്തിന് ട്രയൽ റൺ തുടങ്ങിയപ്പോൾ മുതൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. ഇനി കേരളത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ അവസാനത്തിലേക്ക് എത്താൻ പോകുകയാണ്. വിഴിഞ്ഞത്തിൻ്റെ 1ാം ഘട്ട കമ്മീഷനിങ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതോടുകൂടി വിഴിഞ്ഞം നമുക്കറിയാം മദർഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും സ്വാഭാവികമായി ആഴമുള്ള തുറമുഖം എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ രാജ്യാന്തര കപ്പൽ ചരക്ക് ഗതാഗതം